ഹൈ സ്റ്റുഡൻസ്, നമുക്ക് കഴിഞ്ഞ ക്ലാസ് കൊണ്ട് മൊഡ്യൂൾ 5 അവസാനിപ്പിച്ചിരുന്നു. ഇനി മൊഡ്യൂൾ 4 ആണ് നമുക്ക് ലാസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 4 ഒരു വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മളത് ലാസ്റ്റ് തന്നെ ഇട്ടിരുന്നതാണ്. അപ്പോൾ നമുക്കിനി ആ ഒരു മൊഡ്യൂളും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ് ഫോർ ഓവർഹെഡിൻ്റെ കാര്യം, അതായത് ഓവർഹെഡ് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ള എലമെൻറ്റ്സിൽ മെറ്റീരിയൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ലേബർ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. മൂന്നാമത്തേതാണ് നമ്മുടെ ഓവർഹെഡ് അക്കൗണ്ടിങ് വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ടും ചാപ്റ്ററായിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ പോയിരിക്കുന്നത്. ചാപ്റ്റർ ഫസ്റ്റിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ചാപ്റ്റർ സെക്കൻഡിൽ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഓവർഹെഡ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. അത് CIMAയുടെ ഒരു ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് വേജസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ടോട്ടൽ ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെയും ടോട്ടൽ ഇൻഡയറക്റ്റ് വേജസിൻ്റെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും കൂടി അഗ്രിഗേറ്റിനെയാണ് നമ്മൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇൻഡയറക്റ്റ് വേജസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ആഗ്രിഗേറ്റിനെയാണ് നമ്മൾ ഓവർഹെഡ് എന്ന് പറയുന്നത് പറഞ്ഞു. അപ്പോൾ ഓവർഹെഡിന് ഓൺ കോസ്റ്റ് അല്ലെങ്കിൽ ബേർഡൻ ഓർ ലോഡ് എന്നൊക്കെ അറിയപ്പെടുന്നു. Therefore, overhead includes indirect cost which cannot be by their nature traced to specific unit of production. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് യൂണിറ്റുമായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഡയറക്റ്റ് കോസ്റ്റ് വിച്ച് ആർ സോ സ്മോൾ ഇൻ എമൗണ്ട് ദാറ്റ് ഈസ് ഇൻഎക്സ്പെൻഡഡ് ടു ട്രേസ് ദം ടു സ്പെസിഫിക് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ചെറിയ എമൗണ്ടുകൾ, ഡയറക്റ്റ് കോസ്റ്റിൽ തന്നെ ചെറിയ എമൗണ്ടുകൾ, അത് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ ഓവർഹെഡ് എന്നാണ് പറയുന്നത്. സോ ഓവർഹെഡ് ഈസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇത്രയാണ് ഓവർഹെഡിനെ സംബന്ധിച്ചൊരു പ്രൈമറി ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റിംഗ് ഫോർ ഓവർഹെഡ്. ഇങ്ങനെ ഓവർഹെഡ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിൽ അക്കൗണ്ട് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? 2 ഒബ്ജക്റ്റീവാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ഡിറ്റർമിനിങ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്, ഓവർഹെഡ് ആർ ടു ബി ചാർജ്ഡ് ഇൻഡയറക്ട്ലി ടു ദ പ്രോഡക്റ്റ്. ഇപ്പം നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റ്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആക്ച്വൽ കോസ്റ്റ് എത്രത്തോളമായി എന്നറിയണമെങ്കിൽ നമുക്ക് ഓവർഹെഡ്സിൻ്റെ, അതായത് ആ ഒരു പ്രോഡക്റ്റിന് വന്നിരിക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചിലവ് കൂടി അറിഞ്ഞിരിക്കണം. സോ നമ്മൾ ആ ഇൻഡയറക്റ്റ് ചാർജ് അറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ ഓവർഹെഡിൻ്റെ ചാർജ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഫസ്റ്റത്തെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റ് അറിയണമെങ്കിൽ ഓവർഹെഡ് കറക്റ്റായിട്ട് അക്കൗണ്ട് ചെയ്ത് പോവുക. ദെൻ സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് for identifying overhead with cost centers or for the purpose of cost control, overheads have to be identified and charged to the final product. അപ്പോൾ ഓരോ കോസ്റ്റ് സെൻറ്റേഴ്സിലോട്ട് എത്രത്തോളം ഓവർഹെഡ് പോകുന്നുണ്ടെന്നും അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ ഓവർഹെഡ് പ്രോപ്പറായിട്ട് ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കറക്റ്റായിട്ട് ഓവർഹെഡ് പ്രോപ്പറായിട്ട് ഓവർഹെഡ് അക്കൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഓവർഹെഡിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഫംഗ്ഷൻ വൈസ്, എലമെൻറ്റ് വൈസ്, ബിഹേവിയർ വൈസ്, നോർമാലിറ്റി വൈസ് ആൻഡ് കൺട്രോളബിലിറ്റി വൈസ്. സോ ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷനിൽ ഫാക്ടറി ഓവർഹെഡ് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് വരുന്നുണ്ട്, സെല്ലിംഗ് ഓവർഹെഡ് വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് വരുന്നുണ്ട്. എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷനിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതുപോലെ ബിഹേവിയർ അല്ലെങ്കിൽ നോർമാലിറ്റിയുടെ ബേസ് ചെയ്തിട്ട് ബിഹേവിയറിൻ്റെ ബേസ് ചെയ്തിട്ട് ഫിക്സഡ് ഓവർഹെഡ്, വേരിയബിൾ, സെമി വേരിയബിൾ ഓവർഹെഡ്. ദെൻ നോർമാലിറ്റിയുടെ ബേസിസിൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, നോർമൽ അല്ലെങ്കിൽ അബ്നോർമൽ എന്നുള്ള രീതിയിൽ. കൺട്രോളബിലിറ്റിൻ്റെ ബേസിസിലും വരുന്നുണ്ട്, കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ. ഇത്രയും കാര്യങ്ങൾ, ഒരു 5 ക്ലാസിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലുള്ള നിങ്ങൾ വായിച്ച് നോക്കുക. അതായത് നമ്മുടെ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ്റെ സെയിം മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫംഗ്ഷൻ വൈസ്, എലമെൻറ്റ് വൈസ്, ബിഹേവിയർ വൈസ്, നോർമാലിറ്റി വൈസ് ആൻഡ് കൺട്രോളബിലിറ്റി വൈസ്. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് നമുക്ക് നോക്കാനുള്ളത്, അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ്. ഈ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ അപ്പോർച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫോർ ബെറ്റർ administration and effective control, a factory is divided into number of departments. Each department does a particular activity of the concern. There are mainly 2 types of department, namely production department and service department. അപ്പം നമ്മൾ ഒരു ഓവർഹെഡ് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മുടെ ടോട്ടൽ ഫാക്ടറിനെ 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിച്ചേക്കുന്നുണ്ട്. അതിൽ തന്നെ 2 ടൈപ്സ് ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. സോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ
Production department is one in which the actual process of production of an article takes place. In other words, manufacturing process is carried out in the production department. അപ്പോൾ ആക്ച്വലായിട്ട് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എ കോട്ടൺ ടെക്സ്റ്റൈൽ മിൽ മേ ഹാവ് ദ ഫോളോയിങ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്: മിക്സി, ഡ്രോയിങ്, സ്പിന്നിങ് ആൻഡ് വീവിങ് എക്സെട്ര. അപ്പോൾ ഒരു കോട്ടൺ ടെക്സ്റ്റൈൽസിനെ സംബന്ധിച്ച് അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിക്സ് ചെയ്യുന്നത്, ഈ ടെക്സ്റ്റൈൽസ് മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്നത്, സ്പിൻ ചെയ്യുന്നത്, വീവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് അവരുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ആക്ച്വൽ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നു. ദെൻ സെക്കൻഡ് ടൈപ്പ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ആൻ ഓക്സിലറി ഡിപ്പാർട്ട്മെൻറ്റ് നോട്ട് ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ത്രൂ ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രൊഡക്ഷൻ. അപ്പം ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷനിൽ എൻഗേജ് ചെയ്യുന്നില്ല, പക്ഷേ ഒരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് സർവീസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതായത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി പവർ സപ്ലൈ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരെയൊക്കെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നു. അപ്പം വിത്തൗട്ട് ദീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് എഫക്റ്റീവായിട്ട് നടക്കത്തില്ല. അങ്ങനെയുള്ളതാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് ഓവർഹെഡിൻ്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി ഓവർഹെഡ് ഡിപ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. Departmentalization of overhead means dividing the factory into several segments called departments or percentages to which expense are charged. അപ്പം ഈ ഒരു ഓവർഹെഡ് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് നമ്മൾ ഓരോരുത്തർക്കും അപ്പോർഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സെഗ്മെൻറ്റായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ തിരിക്കുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ദി സെഗ്മെൻറ്റേഷൻ ഓഫ് സബ് ഡിവിഷൻ ഈസ് ഡൺ ഇൻ സച്ച് എ മാനർ ദാറ്റ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് റെപ്രസെൻറ്റ് എ ഡിവിഷൻ ഓഫ് ആക്ടിവിറ്റി ഓഫ് ദി കൺസേൺ. ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് ബൈ അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെൻറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഈ ഓവർഹെഡ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസ് ചെയ്ത് അല്ല ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും ഓവർഹെഡ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ആ ഒരു ഇങ്ങനെ ഈ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയുന്നു. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ഓവർഹെഡ് ഡയറക്റ്റായിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും ചാർജ് ചെയ്ത് കൊടുക്കുന്നതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞിരിക്കുന്നത്: ഇറ്റ് segregates factory overhead cost and computes the total cost of each service department. അപ്പം ടോട്ടൽ ഞാൻ പറയും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് തിരിച്ചിരിക്കുന്നത് പറഞ്ഞു, ഫാക്ടറി ഓവർഹെഡിനെ പ്രൊഡക്ഷൻ ആൻഡ് സർവീസ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റിനെ ടോട്ടൽ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനോ അതുപോലെ സർവീസ് കോസ്റ്റിലോട്ട് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എത്ര കോസ്റ്റ് വേണമെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എത്രത്തോളം കോസ്റ്റ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണമെന്ന് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ കൊണ്ട് നമുക്ക് സാധിക്കുന്നു. ദെൻ ഇറ്റ് മേക്സ് പോസിബിൾ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൺട്രോൾ ടു കീപ് കോസ്റ്റ് അറ്റ് മിനിമം. അപ്പോൾ ഏറ്റവും മിനിമം കോസ്റ്റിൽ നമുക്ക് വർക്ക് നടക്കാനായിട്ട് അല്ലെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് നമ്മളതിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ, അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽപ്പ് ഇൻ കമ്പ്യൂട്ടിംഗ് ദ കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ജോബ്സ് ഓർ പ്രോഡക്റ്റ് വിച്ച് പാസ് ത്രൂ ദീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓരോ ജോബിനും നമുക്ക് എത്രത്തോളം കോസ്റ്റ്, ഡിഫറെൻറ്റ് ജോബ്സിന് എത്രത്തോളം കോസ്റ്റ് ആയെന്നുള്ളത് നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 3 അഡ്വാൻറ്റേജാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് കൊണ്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് ആൻഡ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ്. അപ്പം രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കോസ്റ്റ് അലോക്കേഷൻ എന്നും കോസ്റ്റ് അപ്പോർച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം നമുക്ക് കേൾക്കാനുള്ളതാണ് ഓവർഹെഡ് അലോക്കേഷനും ഓവർഹെഡ് അപ്പോർച്ച്മെൻറ്റും. അപ്പോൾ രണ്ടും തമ്മിൽ ഒരു പ്രോപ്പർ ഡിസ്റ്റിങ്ഷൻ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് രണ്ടും തമ്മിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന അലോക്കേഷൻ ഓഫ് ഓവർഹെഡ്. അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഹോൾ ഐറ്റംസ് ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റേഴ്സ് ആസ് കോസ്റ്റ് യൂണിറ്റ്. In other words, it is a process of charging the full amount of cost. If the cost is of such type that is it can be easily identified and allocated to a particular cost center, it is allocation. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു
പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലോട്ടോ കോസ്റ്റ് യൂണിറ്റിലോട്ടോ നമുക്ക് കോസ്റ്റ് ഡയറക്റ്റായിട്ട് തന്നെ അലോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെയാണ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് കോസ്റ്റ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു പർട്ടിക്കുലർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഓവർഹെഡ് പോകുന്നതെന്ന് ഈസിലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് അതിലോട്ട് അലോക്കേറ്റ് ചെയ്യാനും പറ്റുന്നതിനാണ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് നമുക്കറിയാം, ആ ഒരു ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് സെൻറ്ററിലോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇൻഡയറക്റ്റ് ലേബറിൻ്റെ കോസ്റ്റ് നമ്മൾ ലേബർ കോസ്റ്റ് സെൻറ്ററിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററായിട്ട് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിലേക്ക് അലോക്കേറ്റ് ചെയ്യാനും പറ്റുന്ന ഓവർഹെഡിനെ അങ്ങനെ ചെയ്യുന്നതിന് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നു. ദെൻ അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ്. Cost apportionment is the process of charging expenses in an equitable proportion to the various cost centers or cost unit. This describes the amount of proportions of items of cost to cost centers or cost unit. അപ്പം അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലോട്ട് ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ കൊടുക്കുന്നതിനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോർച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വേരിയസ് കോസ്റ്റ് സെൻറ്റേഴ്സിലോട്ടും കോസ്റ്റ് യൂണിറ്റിലോട്ടും കൊടുക്കുന്നതിന് അപ്പോർച്ച്മെൻറ്റ് എന്ന് പറയുന്നു. രണ്ടും തമ്മിൽ ഡിഫറൻസ്. അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹോൾ കോസ്റ്റ് അല്ല ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോർച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വേരിയസ് കോസ്റ്റ് സെൻറ്ററിലോട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നതിന് അപ്പോർച്ച്മെൻറ്റ് എന്ന് പറയുന്നു. Apportionment is done in respect of those items which cannot be allocated to any specific cost center. അപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലോട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഓവർഹെഡുകളെയാണ് നമ്മളിങ്ങനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കോസ്റ്റ് സെൻറ്ററിലോട്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഓവർഹെഡിനെ ആണെങ്കിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലോട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഓവർഹെഡ്സിന് നമ്മൾ അപ്പോർച്ച്മെൻറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതും സാലറി ഓഫ് ജനറൽ മാനേജർ. അപ്പം ഒരു ജനറൽ മാനേജറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിരിക്കത്തില്ല. അദ്ദേഹം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷൻ നടത്തുന്നുണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു സൂപ്പർവൈസർ ആണെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിരിക്കത്തില്ല സൂപ്പർവിഷൻ നടത്തുന്നത്. അങ്ങനെ വരുമ്പം അങ്ങനെയുള്ളവരുടെ സാലറി നമുക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റോട്ട് ഡയറക്റ്റായിട്ട് മൊത്തത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബേസിസിൽ ഇപ്പോൾ ടൈം അല്ലെങ്കിൽ ഏരിയ ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ ഈ ഒരു ടോട്ടൽ സാലറി അല്ലെങ്കിൽ ഒരു ടോട്ടൽ എക്സ്പെൻസ് ജനറൽ മാനേജർ കൊടുക്കുന്നു സൂപ്പർവൈസർ കൊടുക്കുന്നു ആയിട്ടുള്ള എക്സ്പെൻസുകൾ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റോട്ട് വീതിച്ച് കൊടുക്കുന്നതിനെയാണ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് അപ്പോർച്ച്മെൻറ്റ് മീൻസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് പ്രൊപ്പോർഷൻസ് ഓഫ് ഐറ്റംസ് ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റേഴ്സ് ഓർ കോസ്റ്റ് യൂണിറ്റ്. അപ്പം ഓരോ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കോസ്റ്റ് സെൻറ്റേഴ്സിലോട്ടോ കോസ്റ്റ് യൂണിറ്റിലോട്ടോ അലോട്ട് ചെയ്യുന്നതിനെയാണ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കറക്റ്റായിട്ട് ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അലോക്കേഷൻ്റെ അപ്പോർച്ച്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഓൾ ഐറ്റംസ് ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റേഴ്സ്. അപ്പം ടോട്ടൽ കോസ്റ്റിനെ അല്ലെങ്കിൽ ടോട്ടൽ ഐറ്റംസ് ഓഫ് കോസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു കോസ്റ്റ് സെൻറ്ററിലോട്ടോ കോസ്റ്റ് സെൻറ്റേഴ്സിലോട്ടോ നമ്മൾ മൊത്തത്തിൽ കൊടുക്കുന്നതിന് അലോക്കേഷൻ എന്നും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വീതിച്ച് കോസ്റ്റ് സെൻറ്റേഴ്സിലോട്ട് കൊടുക്കുന്നതിന് അപ്പോർച്ച്മെൻറ്റ് എന്ന് പറയുന്നു. സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് ഇൻ അലോക്കേഷൻ ദർ ഇസ് നോ നീഡ് ഫോർ ബേസിസ് ഓഫ് ചാർജിങ് ഓവർഹെഡ് ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഏതൊരു ബേസിസിൻ്റെ എന്തെങ്കിലും ഒരു ബേസിസ് പ്രകാരമായിരിക്കത്തില്ല അലോക്കേഷൻ കൊടുക്കുന്നത്. കാരണം ഹോൾ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു എന്തെങ്കിലും ഒരു ബേസിസിൻ്റെ പേരിൽ ചാർജ് ചെയ്യേണ്ടി വരുന്നില്ല. ടോട്ടലായിട്ട് അങ്ങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊടുക്കുകയാണ് അലോക്കേഷനിൽ വരുന്നത്. പക്ഷേ അപ്പോർച്ച്മെൻറ്റ് വരുമ്പം സം ബേസിസിലാണ് നമ്മൾ ഈ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്നത്. ആ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും എന്തൊക്കെയാണ് ഈ ബേസിസ് എന്നും ഏതൊക്കെ ബേസിസിലാണ് നമ്മൾ ടോട്ടൽ ഓവർഹെഡിനെ അപ്പോർച്ച്മെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ദെൻ തേർഡ് വൺ പറഞ്ഞിരിക്കുന്നത് ദ നേച്ചർ ഓഫ് കോസ്റ്റ് യൂസ്ഡ് ഫോർ അലോക്കേഷൻ ഈസ് ഡയറക്റ്റ് ടു ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം നമ്മൾ ടോട്ടൽ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്തൊരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊടുക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് അത് ഡയറക്റ്റ് കോസ്റ്റാണ്. കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകൾ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റുകളാണ് അലോക്കേറ്റ് ചെയ്ത് കൂടുതലായിട്ട് കൊടുക്കുന്നത്. പക്ഷേ അപ്പോർച്ച്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് നേച്ചറുള്ളതായിരിക്കും. നമുക്ക് കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏത് കോസ്റ്റ് സെൻറ്ററിലോട്ടാണ് വിധിച്ച് കൊടുക്കുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് നേച്ചറിലുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ അപ്പോർച്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഇൻ അലോക്കേഷൻ കോസ്റ്റ് കൺട്രോൾ ഈസ് പോസിബിൾ.
കോസ്റ്റ് കൺട്രോൾ ഇസ് ഡിഫിക്കൽട്ട് ഇൻ അപ്പോർച്ച്മെൻറ്റ്. അപ്പം അലോക്കേഷൻ്റെ ബേസിൽ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ഈസി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ടോട്ടൽ കോസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട്. പക്ഷേ അപ്പോർച്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്ര പെർസെൻറ്റേജ് ആർക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അലോക്കേഷൻ്റെ അപ്പോർച്ച്മെൻറ്റ് നമ്മൾ ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ദെൻ അടുത്ത ഒരു പോർഷൻ വന്നിരിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ്. പിന്നെ നമ്മൾ അപ്പോർച്ച്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും ഓരോ ബേസിസിൽ നമ്മൾ വീതിച്ച് കൊടുക്കുന്ന, അല്ലെങ്കിൽ റേഷ്യോ ബേസിസിൽ വീതിച്ച് കൊടുക്കുന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിലുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോർച്ച്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു 4 പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 പ്രിൻസിപ്പിൾ എന്താണെന്നും പിന്നെ ആ ബേസിസ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. ഇവിടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത് സർവീസ് ഓർ യൂസ് പ്രിൻസിപ്പിൾ. ഈ സർവീസ് ഓർ യൂസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഓവർഹെഡ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ എത്രത്തോളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ വഴി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും. ഇപ്പം റെൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ ആ റെൻറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പം ഏറ്റവും കൂടുതൽ സ്പേസ് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ എടുത്തിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും കൂടുതൽ റെൻറ്റ് കൊടുക്കേണ്ടത്. നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പം എത്രത്തോളം നമ്മൾ ആ ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് എടുക്കുന്നുണ്ടെന്നുള്ള അത് നോക്കിയിട്ട്, അപ്പോൾ ലാർജ് ബെനിഫിറ്റ് എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ആ ഓവർഹെഡ് അവർ അതിനുള്ള പ്രൊപ്പോർഷനായിട്ടുള്ളത് അവർ ലാർജായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. സ്മോൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. അപ്പം നമ്മൾ എത്രത്തോളം സർവീസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടെന്നനുസരിച്ച് നമ്മൾ ഒരു ഓവർഹെഡ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സർവേ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ ദിസ് മെത്തേഡ് ഓവർഹെഡ് ആർ അപ്പോർഷൻഡ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഓഫ് എ സർവേ. ദിസ് പ്രിൻസിപ്പിൾ ഇസ് യൂസ്ഡ് വെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ എക്സാക്ട്ലി ദ സർവീസ് റെൻഡേഡ് ബൈ ആൻ ഓവർഹെഡ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എക്സാമ്പിൾ കൂടി നോക്കാം. ഇഫ് ദ സർവേ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ടൈം ഓഫ് ജനറൽ മാനേജർ ഡിവോട്ടഡ് to sales promotion, then as per this principle the major portion of the general manager's salary will be charged to sales department. അപ്പം ഈ ഒരു രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു സർവേ കണ്ടക്ട് ചെയ്യണം. അപ്പം ആരാണ് കൂടുതൽ ബെനിഫിറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണോ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സർവേ കണ്ടക്ട് ചെയ്യുകയും ആ സർവേയും പ്രകാരം ആ ഒരു മെഷർമെൻറ്റും പ്രകാരം എക്സാക്ട്ലി ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതൽ ബെനിഫിറ്റ് നോക്കുന്നത്, ഈ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ സർവീസ് കിട്ടുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൂടുതലായിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു സർവേ കണ്ടക്ട് ചെയ്ത് ജനറൽ മാനേജറിൻ്റെ കാര്യം തന്നെ. ജനറൽ മാനേജറിൻ്റെ സൂപ്പർവൈസ് ചെയ്യുന്ന കൂടുതൽ ടൈം ഈ സർവേയിൽ നമുക്ക് നോക്കുമ്പം കൂടുതൽ ടൈം സെയിൽസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ജനറൽ മാനേജർ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു ഓവർഹെഡിൻ്റെ ടോട്ടൽ സാലറിയുടെ കൂടുതൽ പ്രൊപ്പോർഷനേറ്റ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടായിരിക്കും നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ സർവേ നോക്കിയതിന് ശേഷം അതിന് പ്രകാരം വന്നിരിക്കുന്നത് എങ്ങനെയാണോ ആ ഇതിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓവർഹെഡ് ചാർജ് ചെയ്യുന്നതാണ് സർവേ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. തേർഡ് വൺ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർഹെഡ് ആർ അപ്പോർഷൻ ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ എബിലിറ്റി ടു പേ. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എത്രത്തോളം പേയ്മെൻറ്റ് നടത്താനുള്ള എബിലിറ്റി ഉണ്ടെന്ന് നോക്കി അതനുസരിച്ച് ഓവർഹെഡ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. ദിസ് ഇസ് എ പ്രിൻസിപ്പിൾ ഓഫ് വാട്ട് ദ ട്രാഫിക് ക്യാൻ ബിയർ. അതായത് ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എത്രത്തോളം ബിയർ ചെയ്യാൻ പറ്റും അതനുസരിച്ച് മാത്രം പേയ്മെൻറ്റ് അല്ലെങ്കിൽ അപ്പോർച്ച്മെൻറ്റ് നടത്തുന്നു. ദാറ്റ് മീൻസ് ദ ഹയർ പ്രോഫിറ്റ് മേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബിയർ എ ഹയർ ഷെയർ ഓഫ് ഓവർഹെഡ്. അപ്പോൾ ഒരു ഓവർഹെഡ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും മേജർ പ്രൊപ്പോർഷനായിട്ട് ഒരു ഓവർഹെഡിൻ്റെ കൊടുക്കേണ്ടത്. അങ്ങനെ ഓരോരുത്തരുടെയും എബിലിറ്റി, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് എബിലിറ്റി നോക്കി അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ പറയുന്നത്. ദെൻ ഫോർത്ത് വൺ എഫിഷ്യൻസി പ്രിൻസിപ്പിൾ. ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് അണ്ടർ ദിസ് പ്രിൻസിപ്പിൾ പ്രൊഡക്ഷൻ ടാർഗറ്റ്സ് ആർ ഫിക്സഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ ഓവർഹെഡ് ആർ അപ്പോർഷൻ എമംഗ് ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ദി ബേസ് ഓഫ് ദി ബജറ്റഡ് ഓർ ടാർഗറ്റഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും ഓരോ പ്രൊഡക്ഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഓരോരുത്തർ എത്രത്തോളം എഫക്റ്റീവായിട്ട് ആ ടാർഗറ്റ് ഫിനിഷ് ചെയ്തു നോക്കി അതനുസരിച്ച് അവർക്ക് ഓവർഹെഡ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് എഫിഷ്യൻസി പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം
ദ യൂണിറ്റ് ഓവർ ഹെഡ് കോസ്റ്റ് വേരീസ് വിത്ത് ദ എഫിഷ്യൻസി ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസി പ്രകാരം ഈ ഓവർ ഹെഡ് കോസ്റ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈക്വലായിട്ട് ആയിരിക്കത്തില്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എഫിഷ്യൻസിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓവർ ഹെഡ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന പ്രിൻസിപ്പിളാണ് എഫിഷ്യൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ യൂസ് ചെയ്തേക്കുന്നതിൻ്റെ ബേസിസിൽ, ഇല്ലെങ്കിൽ സർവേ നടത്തിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ടൈം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് നോക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എബിലിറ്റി എത്രത്തോളം പേയ്മെൻറ്റ് നടത്താനുള്ള എബിലിറ്റി ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എഫിഷ്യൻസി നോക്കിയതിന് ശേഷം. ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഓവർ ഹെഡ് അപ്പോർഷൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾക്ക് 2-3 ഡിപ്പാർട്ട്മെൻറ്റ്സിന് കോമൺ ആയിട്ടുള്ള ഓവർ ഹെഡ്സാണ് നമ്മൾ എന്തിൻ്റെയും ബേസിസിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുള്ളിൽ തന്നെ. അപ്പം മെയിനായിട്ട് 4 രീതിയിലുള്ള ബേസിസാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്യാപിറ്റൽ വാല്യൂ ബേസിസ്. ക്യാപിറ്റൽ വാല്യൂ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ മെഷീനറിയുടെ ഇൻഷുറൻസ്, ഇങ്ങനെ നമ്മുടെ ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഓവർ ഹെഡ്സ് ആണെങ്കിൽ നമ്മളതിൻ്റെ ആ അസറ്റിൻ്റെ ക്യാപിറ്റൽ വാല്യൂ എത്രയാണെന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ആ ക്യാപിറ്റൽ വാല്യൂവിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ പ്രൊപ്പോർഷനേറ്റായിട്ട് അത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് ഫ്ലോർ ഏരിയ ഓർ ഏരിയ ഓക്കുപ്പൈഡ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ റെൻ്റ് റേറ്റ്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റിങ് ഹീറ്റിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ബേസ് ചെയ്ത് കൊടുക്കുന്ന ഫ്ലോർ ഏരിയ അല്ലെങ്കിൽ എത്ര ഏരിയ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് ഫ്ലോർ ഏരിയയുടെ ബേസിസിലാണ് കൊടുക്കുന്നത്. ഇനി മൂന്നാമത് വന്നിരിക്കുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയിഡ്. ഇപ്പോൾ ക്യാൻറ്റീൻ എക്സ്പെൻസ്, സൂപ്പർവിഷൻ ചാർജസ്, അതുപോലെ വെൽഫെയർ എക്സ്പെൻസുകൾ, ഇങ്ങനെയുള്ളതൊക്കെ ടോട്ടൽ number of workers employed. This method is used for the apportionment of labor, welfare expense, canteen expense, supervision charges, etc. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയിഡ് വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്യാൻറ്റീൻ എക്സ്പെൻസ്, സൂപ്പർവിഷൻ ചാർജൊക്കെ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഫോർത്ത് വൺ ലൈറ്റ് പോയിൻറ്റ്സ് ഫോർ കിലോ വാട്ട് അവേഴ്സ്. This is followed for the apportionment of lighting charges or power charges. So lighting charges or power charges നമ്മൾ കൊടുക്കാനാണെങ്കിലും ലൈറ്റ് പോയിൻറ്റിൻ്റെ ബേസിസിലോ ഇല്ലെങ്കിൽ കിലോ വാട്ട് അവേഴ്സിൻ്റെ ബേസിൽ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത് ബേസായിട്ട് തന്നിരിക്കുന്നത് അതിൻ്റെ ബേസിൽ ലൈറ്റ് പോയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ കിലോ വാട്ട് അവേഴ്സ് ആണ് തന്നിരിക്കുന്നത് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പവർ ചാർജ് അല്ലെങ്കിൽ ലൈറ്റിംഗ് ചാർജ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ നമുക്കിവിടെ ഒരു കോളം ബേസിസിൽ തന്നിട്ടുണ്ട് ഏതൊക്കെ ഐറ്റംസ് ആണ് ഓവർ ഹെഡ് ഐറ്റംസ് ആണ് ഏതിൻ്റെ ബേസിസിലാണ് കൊടുക്കുന്നുള്ളത്. ഇവിടെ റെൻ്റ് റേറ്റ്സ് ടാക്സ് ഒക്കെ ഏരിയ ഓക്കുപ്പൈഡ് അല്ലെ ഫ്ലോർ സ്പേസിൻ്റെ ബേസിസിലും, ഫാക്ടറി ലൈറ്റിംഗ് വരുന്നത് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ ബേസിസിലാണ്. ദെൻ തേർഡ് വൺ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ റിപ്പയർ ഒക്കെ അതിൻ്റെയൊക്കെ ഓവർ ഹെഡ് കൊടുക്കുമ്പം കോസ്റ്റ് ഓഫ് മെഷീൻ. അപ്പോൾ ക്യാപിറ്റൽ വാല്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ കോസ്റ്റ് ഓഫ് മെഷീൻ്റെ ബേസിസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മെഷീൻ അവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മെഷീൻ അവേഴ്സിൻ്റെ ബേസിസിലായിരിക്കും കൊടുക്കുന്നത്. ദെൻ ഫോർത്ത് വൺ ഇൻഷുറൻസ്. മെഷീൻ്റെ ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുമ്പോഴും നമ്മൾ കോസ്റ്റ് ഓഫ് മെഷീനാണ് ബേസിസായിട്ട് എടുക്കുന്നത്. സ്റ്റോക്ക് ഇൻഷുറൻസ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് സ്റ്റോക്ക് എത്രയാണെന്ന് നോക്കിയതിൻ്റെ ബേസിസിലായിരിക്കും ബേസ് കൊടുക്കുന്നത്. പ്രോബ്ലം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഓരോന്നിൻ്റെയും ബേസ് അറിയിക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലായിക്കോളും. അതുപോലെ മോട്ടീവ് പവർ എന്നൊരു ഐറ്റം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഹോഴ്സ് പവർ ഓഫ് മെഷീൻ അല്ലെങ്കിൽ ഹോഴ്സ് പവർ മൾട്ടിപ്ലൈഡ് ബൈ മെഷീൻ അവേഴ്സ് വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ദെൻ കൺസ്യൂമബിൾ സ്റ്റോർ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റോർ റിക്വസിഷൻ, എത്ര സ്റ്റോർ റിക്വസിഷൻ പോയിട്ടുണ്ടെന്ന് നോക്കി അതിൻ്റെ ബേസിസിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സൂപ്പർവിഷൻ ചാർജ് ആണെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാണെന്ന്, സ്റ്റാഫിൻ്റെ നമ്പർ എത്രയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ ഇൻഡയറക്റ്റ് ലേബർ, സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ്, ഇങ്ങനെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻറ്റീൻ എക്സ്പെൻസ്, റിക്രിയേഷൻ എക്സ്പെൻസ്, അതുപോലെ ESI ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ്, ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വേജസ് എത്രയാണ് തന്നിട്ടുണ്ടായിരിക്കും അതിൻ്റെ ബേസിസിൽ നമ്മൾ കൊടുക്കുക ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും. പിന്നെ ഉള്ളത് ഇൻഷുറൻസ് ഓഫ് ബിൽഡിങ്ങിൻ്റെ ഇൻഷുറൻസ് കൊടുക്കുമ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എത്ര ഫ്ലോർ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെൻറ്റ് കൊടുക്കുമ്പോഴാണെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലോർ ഏരിയയാണ് നോക്കുന്നത്. സ്റ്റോർസ് ഓവർ സ്റ്റോറിൻ്റെ ഓവർ ഹെഡാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ കൺസ്യൂമബിൾ സ്റ്റോർസിന് നോക്കുമ്പോൾ നമ്മൾ സ്റ്റോർ റിക്വസിഷനാണ് നോക്കുന്നതെങ്കിൽ, സ്റ്റോർസ് ഓവർ ഹെഡ് നോക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലും, ജനറൽ ഓവർ ഹെഡിൽ സെൻട്രൽ ചാർജസ് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലുമാണ് കൊടുക്കുന്നത്. അതുപോലെ ഫാക്ടറി മാനേജർ സാലറി കൊടുക്കുമ്പോൾ നമ്മൾ എത്ര എംപ്ലോയീസ് ഉണ്ട്, ഫാക്ടറിയിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് നോക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ഫിഫ്റ്റീൻത് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്സ്പെൻസ്. മെറ്റീരിയൽ ഹാൻഡിൽ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഓരോ മെറ്റീരിയലിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ
അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത്രയും ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബേസിസും തന്നിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഓരോ ഐറ്റംസിനും ഏത് ബേസിസാണ് വരുന്നത് നോക്കിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ABCD അല്ലെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എണ്ണം തന്നിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്കിനി പ്രോബ്ലം ആണ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ തിയറി പഠിച്ച് നിർത്താം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഇതിനകത്തെക്കുറിച്ച് സംബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നാളെ നമുക്ക് പ്രൈമറി ഓർഡർ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.